ഇപ്പൊ നമ്മൾ ആപ്ലിക്കേഷനൊക്കെ ഓപ്പൺ ആക്കുമ്പോൾ ഇപ്പോൾ വാട്സപ്പ് ഓപ്പൺ ആക്കണം, അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഓപ്പൺ ആക്കണം, യൂട്യൂബ് ഓപ്പൺ ആക്കണം, അങ്ങനെ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ആക്കണം. അങ്ങനെയൊക്കെ ഓപ്പൺ ആക്കുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിങ്ങനെ കൈയൊക്കെ ഇങ്ങനെ ആക്കിയിട്ട് മൊബൈൽ ഫോൺ കയ്യിൽ ഒതുങ്ങൂല, ഭയങ്കര റിസ്ക് നേരിടുന്നുണ്ട്. പക്ഷെ നമുക്ക് വായ കൊണ്ട് പറഞ്ഞു തന്നെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ട്രിക്കാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ NS2 ടെക്. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് എന്താണെന്ന് വെച്ചാൽ വായ കൊണ്ട് പറഞ്ഞ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കാൻ പറ്റുന്ന ഒരു ട്രിക്കാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. നിങ്ങൾക്ക് തീർച്ചയായും യൂസ്ഫുൾ ആവുന്ന ട്രിക്കാണ്. നമ്മൾ ഏതെങ്കിലും ആ ആപ്ലിക്കേഷൻ എടുത്ത് അതിങ്ങനെ തൊട്ട് അങ്ങനെ തുറക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ എന്താക്കണം, വായ കൊണ്ട് ഇങ്ങനെ യൂട്യൂബ് ആണെങ്കിൽ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ വാട്സപ്പ് ആണെങ്കിൽ വാട്സപ്പ് എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ വായ കൊണ്ട് പറഞ്ഞാൽ നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ട്രിക്കാണ്. ഇത് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും. അപ്പം പല സാഹചര്യത്തിൽ നമുക്ക് ഇത് എന്തായാലും യൂസ്ഫുൾ ആവുന്ന ഒരു ട്രിക്കാണ്. ഇപ്പൊ എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്തെങ്കിലും എഴുതുമ്പോഴോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങൾ ഇനിയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഓളം തന്നെ ചെയ്ത് വെക്കുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനായി നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഈ ആപ്ലിക്കേഷൻ്റെ പേര് വോയിസ് ആക്സസ് എന്നാണ്. പ്ലേ സ്റ്റോറിൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്കിത് കിട്ടുന്നതായിരിക്കും. ഞാൻ ഈ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് അത് ഓക്കെ കൊടുക്കുകയാണ്. അത് ഓക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ ഡയറക്റ്റായിട്ട് സെറ്റിംഗ്സിൽ പോകുന്നതായിരിക്കും. സെറ്റിംഗ്സിൽ നമ്മൾ ഇതിൻ്റെ പെർമിഷൻ ഒന്ന് ആലോ ചെയ്ത് കൊടുക്കണം. നമുക്കിവിടെ കാണാൻ സാധിക്കും വോയിസ് ആക്സസ്. നമ്മൾ അതൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ അത് എനേബിൾ ചെയ്തതിന് ശേഷം നമ്മളൊന്ന് ബേക്ക് വരിക. ബേക്ക് വന്നതിന് ശേഷം നമുക്ക് ഡയറക്റ്റായിട്ട് ആപ്ലിക്കേഷനിൽ ഓപ്പൺ ആവുന്നതായിരിക്കും. എന്നിട്ട് ആപ്ലിക്കേഷനിൽ ഓപ്പൺ ആയതിനു ശേഷം നമുക്ക് അവിടെ മേലത്തെ ഇതിൽ ടിക്ക് മാർക്ക് കൊടുക്കണം. മേലെ കാണുന്ന അവിടെ ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം നമുക്ക് കണ്ടിന്യൂ കൊടുക്കുക. എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുമ്പോൾ പെർമിഷൻ ആഡ് ചെയ്യാൻ വരും. എന്നിട്ട് വീണ്ടും കണ്ടിന്യൂ ഒന്ന് കൊടുക്കുക. നമുക്ക് അവിടെ കാണാൻ സാധിക്കും വീണ്ടും കണ്ടിന്യൂ കൊടുക്കാനായിട്ട്. പിന്നെ അങ്ങനെ കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ പെർമിഷൻ വരുന്നതായിരിക്കും. അതൊക്കെ നിങ്ങളൊന്ന് ആലോ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ കണ്ടിന്യൂ കൊടുത്തതിന് ശേഷം നമുക്ക് അവിടെ കാണാൻ സാധിക്കും ഫിനിഷ് എന്ന്. അപ്പോൾ നമുക്കിത് ഫിനിഷ് ആയി കഴിഞ്ഞു. നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇനി നമുക്ക് ആപ്ലിക്കേഷൻ വർക്ക് ആവുന്നുണ്ടെന്ന് വെച്ചാൽ നമ്മൾ ആപ്ലിക്കേഷനിലേക്ക് ഒന്ന് വെറുതെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അത് ക്ലിക്ക് ചെയ്താൽ നമ്മൾ ആപ്ലിക്കേഷൻ വർക്ക് ആവുന്നതായിരിക്കും. ഞാനിപ്പോൾ ഒന്ന് ഇൻ്റർനെറ്റ് ഒന്ന് ഓൺ ആക്കട്ടെ. അത് ഓൺ ആക്കിയതിന് ശേഷം നമുക്കിവിടെ കാണാൻ സാധിക്കും ആപ്ലിക്കേഷൻ വന്നതായിട്ട്. ഇനി നമ്മൾ ഏതെങ്കിലും ആപ്ലിക്കേഷൻ തുറക്കാനായിട്ട് നമ്മൾ അവിടെ പറഞ്ഞാൽ മതി. ഞാനിപ്പോൾ പറയും യൂട്യൂബ് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. യൂട്യൂബ് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ യൂട്യൂബ് ഓണാവുന്നതായിട്ട് കാണാൻ സാധിക്കും. പക്ഷേ കുറച്ച് താമസം എടുക്കും കേട്ടോ യൂട്യൂബ് ഓണാവാൻ. അത്രയൊന്നുമില്ല, ഒരു 5 സെക്കൻഡൊക്കെ താമസം എടുക്കും. കണ്ടോ, നമുക്കിവിടെ യൂട്യൂബ് ഓണായി വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. കണ്ടോ, നമുക്കിവിടെ യൂട്യൂബ് ഓണായി വരുന്നതായിട്ട് കാണാൻ സാധിക്കും. വെറുതെ ഒന്ന് പറഞ്ഞാൽ മതി, വേറെ ഒന്നുമില്ല. ഇനി ഞാൻ വേറൊന്ന് ഓപ്പൺ ആക്കി കാണിച്ചു തരാം. ഞാനിവിടെ ഫേസ്ബുക്ക് എന്ന് പറയുകയാണ്. ഞാനിവിടെ ഫേസ്ബുക്ക് എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കും എഴുതി കാണിക്കുന്നതായിട്ട്. ഇനി നമുക്കത് ഫേസ്ബുക്ക് ഡിക്റ്റേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്താക്കും ഫേസ്ബുക്ക് ഓപ്പൺ ആവുന്നതായിട്ട് നമുക്കവിടെ കാണാൻ സാധിക്കും. കണ്ടോ, ഫേസ്ബുക്ക് ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ വെറുതെ ഒന്ന് ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ, പക്ഷേ നമ്മൾ പറയുമ്പോഴത്തേനും ആപ്ലിക്കേഷൻ സ്ക്രീനിൽ വേണം. ആപ്ലിക്കേഷൻ സ്ക്രീനിൽ ഉണ്ടായി മാത്രമേ ഇത് ഓൺ ആവുകയുള്ളൂ. എന്നിട്ട് നമുക്ക് എന്താക്കണം, ആപ്ലിക്കേഷൻ സ്ക്രീനിൽ നിന്ന് തന്നെ നമ്മളിങ്ങനെ പറയണം ഓരോ കാര്യങ്ങൾ. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആപ്ലിക്കേഷൻ തുറക്കുമ്പോൾ നമ്മൾ ഹോം സ്ക്രീനിലെ ആപ്ലിക്കേഷൻ ഇല്ലയെന്ന് വിചാരിച്ചോ. എന്നിട്ട് നമ്മൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് തുറക്കാനായിട്ട് പറ്റില്ല. അത് ഹോം സ്ക്രീനിൽ അങ്ങനെ വേണം, എന്നാലേ ഇത് തുറക്കുള്ളൂ. ഞാനിപ്പോൾ വേറൊന്ന് കാണിച്ചു തരാം. ഇൻസ്റ്റഗ്രാം എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കും ഇൻസ്റ്റഗ്രാം ഓപ്പൺ ആയി വരുന്നതായിട്ട്. കണ്ടോ, നമുക്ക് അവിടെ കാണാൻ സാധിക്കും. എന്തായാലും ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ്. ഇതിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഇത് ഓപ്പൺ ആവുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ ഇനി ചോറ് തിന്നുമ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും പ്രോബ്ലം വരുമ്പോൾ നമ്മൾ എന്താക്കണം, ഈ ആപ്ലിക്കേഷൻ ഒന്ന് വെറുതെ എടുത്ത് പറഞ്ഞാൽ മതി, നമുക്കിത് ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. മറ്റുള്ള ഫ്രണ്ട്സിന് എന്തായാലും ഈ വീഡിയോ യൂസ്ഫുൾ ആവും, അവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും സംശയങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലത്തെ ടെക്നോളജി വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കാൻ താഴെ പോയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഓളം തന്നെ ചെയ്ത് വെച്ചാൽ ഞാൻ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. പിന്നെ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത് ഞാൻ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുന്നതാണ്. ഞാൻ ഇന്ന സമയത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ തമ്പനയിലും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നതാണ്. എൻ്റെ പേഴ്സണൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ID ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൂടുതലൊന്നും പറഞ്ഞു തരുന്നില്ല. മറ്റൊരു വീഡിയോ കണ്ടുമുട്ടുന്നത് വരെ ബൈ.